Hi guys, welcome to EduBoard Practical Session. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ബാർ എന്നുള്ള എക്സ്പെരിമെന്റ് ആണ്. പ്ലസ് ടു ഫിസിക്സിലെ ഏറ്റവും എളുപ്പമുള്ള എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സാമിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളി, നമുക്ക് സെറ്റ് ആക്കാൻ പോവാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കല്ല് തരും, അതായത് ഒരു മാസ് തരും, അതിന് വെയിറ്റ് എത്ര എന്നുള്ളത് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആണ്. നമ്മൾ റൊട്ടേഷൻ മോഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ലോഡിൻ്റെ ലോഡാം ഈസ് ഈക്വൽ ടു എഫേർട്ടിൻ്റെ എഫേർട്ടാം. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണേ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വെയിറ്റ് ഹാങ്ങർ വേണം. ഈ വെയിറ്റ് ഹാങ്ങറിൻ്റെ മാസ് എത്രയെന്ന് വെച്ചാൽ 50 gram ആണ്. അതേപോലെ വേറെ കുറേ വെയിറ്റ്സ് ഉണ്ട്, അതിനൊക്കെ ഗ്രാം എത്രയാണ്, അല്ലെങ്കിൽ മാസ് എത്രയാണ്, 50 gram ആണ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കേണ്ട മാസ്, അതേപോലെ ഒരു സ്കെയില്, ആ സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിലെ അപ്പാരറ്റസ് നമ്മൾ എന്ത് ചെയ്യും, മൊമെന്റ് ബാർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പ്രൊസീജിയറിലേക്ക് പോകാൻ. അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ സ്കെയിലിനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. ക്ലിയർ? അതായത് സ്കെയിലിന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പൊസിഷനിലേക്ക് എത്തിയാൽ ഇത് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ടോട്ടൽ 100 സെൻറ്റിമീറ്റർ അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50-ൽ ഇത് ബാലൻസ് ആവില്ലേ? ഇല്ല, 50-ൽ തന്നെ ബാലൻസ് ആവണം എന്നില്ല. ഞാൻ ജസ്റ്റ് 50-ൽ വെച്ച് നോക്കുകയാണ്. 50-ൽ വെച്ച് നോക്കുമ്പോൾ നോക്ക്, ഇതെന്ത് ബാലൻസ് ആവുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും, അതിൻ്റെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസമൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുകയാണ്, എവിടെയാണ് ഇത് ബാലൻസ് ആവുന്നത് എന്നുള്ള പോയിന്റ് നോക്കുകയാണ്. അതായത് അതായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഏകദേശം നോക്ക്, 51-ലേക്ക് എത്തിയപ്പം നമ്മുടെ സ്കെയിൽ എന്തായിട്ടുണ്ട്, ബാലൻസ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെയിറ്റ് ഹാങ്ങർ എടുത്തിട്ട് ഇതിലൂടെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സ്കെയിലിൽ മേൽ ഹാങ് ചെയ്യാൻ പോവാണേ. ക്ലിയർ? ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 60-ൽ ഇതിനെന്ത് ചെയ്യാൻ പോവാണ്, ബാലൻസ് ചെയ്തതിൽ 61-ൽ, അതായത് നമ്മളെ സെൻറ്റർ ഓഫ് മാസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 51 ആയിരുന്നു. അതിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് 61-ൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വെയിറ്റ് ഹാങ്ങർ വെച്ചു. അതായത് ഇതിൻ്റെ ഭാരം എത്രയായിരുന്നു, 50 gram ആയിരുന്നു അല്ലേ? ഇപ്പോൾ നമുക്കറിയാം ഇതെന്തായിട്ടുണ്ടാവും, അൺബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഇതിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കേണ്ട ഈ ഒരു മാസ് ഉണ്ടല്ലോ, ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യാണ്, ആ സൈഡിലൂടെ ഹാങ് ചെയ്യാൻ പോവാണേ. ഓക്കെ, അതായത് ഒരു 42.5-ൽ, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ 42.5-ൽ നമ്മുടെ സ്കെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഗെയിൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലൈ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണേ. അതായത് നമുക്കറിയാം എന്താ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ വെയിറ്റ് ഇൻറ്റു ഈ ലെങ്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ വെയിറ്റ് ഇൻറ്റു ഈ ലെങ്ത് ആണ്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഈ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വെയിറ്റ് ഇൻറ്റു ഈ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് അതിനൊരു പേര് കൊടുക്കുകയാണ്. ഈ സെൻറ്റർ പോയിന്റ് G എന്നും, ഈ പോയിന്റ് ഞാൻ A എന്നും, ഈ പോയിന്റ് ഞാൻ B എന്നും കൊടുക്കുകയാണ്. ഈ ഒരു വെയിറ്റ് ഞാൻ W എന്നും കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് M ഈസ് ഈക്വൽ ടു W ഇൻറ്റു AG ഡിവൈഡഡ് ബൈ BG. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വാല്യൂ വെച്ചിട്ട് ഇതിൻ്റെ മാസ് എത്ര എന്നുള്ളത് എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണേ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ AG-യും BG-യും ജസ്റ്റ് എത്രയെന്നുള്ളത് നോക്കി നോക്കാം. നമ്മൾ AG ഓൾറെഡി സെറ്റ് ചെയ്തതാണ് എത്ര, 10-ൽ 51 to 61 എന്ന് പറയുമ്പോൾ 10-ലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 51 to എത്രയാണ്, 42.5-ലാണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8.5 ആയിരിക്കും നമ്മുടെ എന്ത് വരിക, BG വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെയിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. സ്ലോട്ടഡ് വെയിറ്റ് നമ്മൾ 50 gram കിട്ടും അല്ലേ? അപ്പോൾ AG 10 സെൻറ്റിമീറ്റർ നമ്മൾ ഫിക്സ് ചെയ്തു, BG നമുക്ക് 8.5 കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസ് കിട്ടിയിട്ടുള്ളത് 58.8 ആണ്. ഓക്കെ, ഈ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ? സ്ലോട്ടഡ് വെയിറ്റ്സ് മാറ്റിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 50 gram മാസ് എന്ത് ചെയ്യാൻ പോവാണ്, വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്കെയിൽ എന്ത് ചെയ്ത് അൺബാലൻസ്ഡ് ആയി. വീണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മാസിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്, സ്ലൈഡ് ചെയ്യിപ്പിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ മാസ് ഓൾമോസ്റ്റ് 34-ൽ എത്തിയപ്പം, അതായത് 51-ൽ നിന്ന് 34-ലേക്ക് എത്തിയപ്പം നമ്മുടെ സ്കെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ബാലൻസ് ആയിട്ടുണ്ട്. നമ്മൾ AG എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 34 to 51 എന്ന് പറയുമ്പോൾ 17 ആണ് ഈ ഒരു കേസിൽ നമ്മൾ എന്ത് വരുന്നത്, BG വരുന്നത്. അത് സാറ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണേ. അതായത് 100 gram വന്നപ്പം AG എത്ര തന്നെയാണ്, 10 തന്നെയാണ്. BG നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്, 17 ആണ്. ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്തൊരു മാസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. 50 gram തന്നെയാണ്. ഇപ്പോൾ ടോട്ടൽ 150 gram ആയില്ലേ? ഓക്കെ, വീണ്ടും ബാലൻസ് ചെയ്യണം.
അൺബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് വീണ്ടും ഇത് ബാലൻസ് ചെയ്തു. അതായത് നമുക്ക് ഓൾമോസ്റ്റ് 26ലാണ് ഇപ്പോൾ ഇത് ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. അതായത് 51 to 26 എന്ന് പറയുമ്പോൾ 25 ആണ് ഈ ഒരു കേസിൽ നമ്മുടെ എന്ത് വരുന്നത്, BG വരുന്നത്. ഏജ് ചേഞ്ച് ആക്കിയിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇനി ഏജ് ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ എന്താ ഇപ്പം നമ്മൾ ഏജ് കോൺസ്റ്റന്റ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ 100 ഗ്രാമിന് നമ്മൾ ഇക്വേഷൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 58.8 ഗ്രാം തന്നെയാണ് വരുന്നത്. ഇനി 150 ഗ്രാം ചെയ്തപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 60 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീൻ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയെന്ന് വെച്ചാൽ 59.2 ഗ്രാം ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ കല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ കല്ലിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ ഈ ഒരു മൊമെന്റ് ബാർ എന്നുള്ള എക്സ്പെരിമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ദ റിസൾട്ട്. മാസ് ഓഫ് ദ ഗിവൺ ബോഡി ഈസ് ഈക്വൽ ടു 59.2 ഗ്രാം. ക്ലിയർ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. എല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ.